എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു മുട്ട തക്കാളി ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യം അടുപ്പത്ത് ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അടിച്ചു വച്ചിരിക്കുന്ന മുട്ട ഇട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അതേ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കടുക് താളിച്ച് കരിവേപ്പിലിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലോട്ട് ഇട്ട് കൊടുക്കുക. സവോള ഒന്ന് വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. സവോള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക. നന്നായി വഴന്ന് വരുന്നവരെ ഇളക്കുക. അതിനുശേഷം അതിലോട്ട് മസാലപ്പൊടിയെല്ലാം ചേർക്കുക. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയെല്ലാം അതിൽ നന്നായി പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ചോറിട്ട് കൊടുക്കുക. നല്ല കുത്തരിച്ചോറാണ്. കുറേശ്ശെയായിട്ട് ചോറിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫുഡാണ്. ഒരു വെറൈറ്റി ആയിട്ടൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റുന്ന ഒന്നാണ്. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മുട്ട തക്കാളി ചോറ്.